ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു. ഹിജ്റ വർഷം 530 റമദാൻ 3 ക്രിസ്താബ്ദം 1136 ജൂൺ മാസം 5-ാം തീയതി വെള്ളിയാഴ്ചയാണ് മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ഭൂജാതനായത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 18-ാം പേരമകനായ മഹാൻ പുണ്യമദീനയിലാണ് പിറന്നു വീണത്. പൂർണ്ണ പ്രതാപത്തോടെ മദീനയിൽ രാജപദവിയിലിരിക്കുന്ന കാലത്ത് ഹിജ്റ 564 മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വഫാത്തായപ്പോൾ അറേബ്യയിലെ രാജാക്കന്മാരുടെ പ്രതിനിധിയായി മരണാനന്തര ചടങ്ങുകളിൽ സംബന്ധിക്കുവാൻ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിന് 34 വയസ്സായിരുന്നു. അക്കാലത്ത് മുത്ത് റസൂലിന്റെ സ്വപ്നനിർദ്ദേശപ്രകാരം 2 പ്രാവശ്യം ഇന്ത്യൻ പ്രവിശ്യയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് മഹാൻ നിയോഗിക്കപ്പെടുകയും ആദ്യം ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ ഇന്ത്യൻ പ്രദേശങ്ങൾക്ക് പുറമെ പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ എന്നീ പ്രദേശങ്ങളും തന്റെ ദൌത്യനിർവഹണത്തിനായി മഹാൻ യാത്ര ചെയ്തു. രണ്ടാമതായി തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഏർവാടി പ്രദേശത്ത് മഹാനായ ഇബ്രാഹിം ബാദുഷാ വരികയും ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് ശത്രുവ്യൂഹത്തോട് പോരാടി വിജയിക്കുകയും 12 വർഷം രാജഭരണം നടത്തുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി മഹാനായ സുൽത്താനുൽ ആലം ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹിജ്റ വർഷം 595 ദുൽഖഅദ 23-ാം തീയതി ക്രിസ്താബ്ദം 1199 സെപ്റ്റംബർ 16-ാം തീയതി വ്യാഴാഴ്ച മഹാൻ ഏർവാടിയിൽ ഷഹീദായി. അല്ലാഹുവിന്റെ ഔലിയാക്കൾ മരണപ്പെട്ടു പോയവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർ അല്ലാഹുവിന്റെ അരികിൽ ജീവിച്ചിരിക്കുന്നു. അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നു എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇന്നും മഹാനവറുകൾ അധ്യാത്മഭരണം നടത്തുന്നത് ഏർവാടിയിലെത്തുന്നവർക്ക് നേരിട്ടു കാണുന്ന വിധം പുലർന്നുകൊണ്ടിരിക്കുന്നു. സയ്യിദുന സയ്യിദ് അബൂ താഹിർ ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത പുത്രൻ, അർശിലെ സിംഹം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പുന്നാര പൗത്രൻ യുദ്ധക്കളത്തിൽ തന്റെ പൂർവികനേക്കാൾ ഒട്ടും പിന്നിലായിരുന്നില്ല. രണാങ്കളത്തിലേക്ക് പറന്നു വീഴുന്ന ഈ സിംഹക്കുട്ടിയുടെ ഉജ്ജ്വല പോരാട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാണ്ഡ്യസൈന്യം കഴുതക്കൂട്ടങ്ങളെപ്പോലെ പിന്തിരിഞ്ഞോടി.